നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ലെബനനും ഇസ്രയേലും പതിറ്റാണ്ടുകളായി ഔദ്യോഗികമായി യുദ്ധത്തിലാണ്. 1982 ലെബനിൽ ഇസ്രയേൽ അധിനിവേശം നടത്തി. ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും സഖ്യകക്ഷികളായ ക്രിസ്ത്യൻ ലെബനീസ് മിലീഷ്യകളും പിന്നീട് ലെബനന്റെ തലസ്ഥാനമായ ബെയ്റൂട്ട് ഉൾപ്പെടെ ലെബനന്റെ വലിയ ഭാഗങ്ങൾ പിടിച്ചെടുത്തു. എന്നാൽ 1983 1985 ഇടയിൽ അധിനിവേശ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രയേൽ പിൻവാങ്ങി. ഇതിനുശേഷവും ഇരുപക്ഷവും ഇടയ്ക്കിടെ വെടിവയ്പ് നടത്തിയിരുന്നു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകൾ 1982 ഹിസ്ബുള്ള സ്ഥാപിച്ചത് തന്നെ ഇസ്ലാമിക വിപ്ലവം വ്യാപിപ്പിക്കാനും ലെബനനെ ആക്രമിച്ച ഇസ്രയേലി സേനയ്ക്കെതിരെ പോരാടുന്നതിനുമാണ്. മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇസ്ലാമിക പ്രസ്ഥാനങ്ങളിൽ ഒന്നാണ് ഹിസ്ബുള്ള. ദൈവത്തിന്റെ സംഘടന എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇസ്രയേലിന് ഇവർ വെറുക്കപ്പെട്ടവരാണ്. 2006 ഹിസ്ബുള്ള 2 ഇസ്രയേലി സൈനികരെ തട്ടിക്കൊണ്ടുപോയതിനെ തുടർന്ന് തെക്കൻ ലെബനിൽ ഇസ്രയേൽ വീണ്ടും യുദ്ധപ്രഖ്യാപനം നടത്തുകയും തുടർന്നുണ്ടായ സംഘർഷത്തിൽ 1000-ലധികം ലെബനീസ് പൗരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തു. 49 ഇസ്രയേലി സിവിലിയന്മാരും 121 സൈനികരും മരിച്ചവരിൽ ഉൾപ്പെടുന്നുണ്ട്. 2 വർഷത്തിനുശേഷം തട്ടിക്കൊണ്ടുപോയ സൈനികരുടെ അവശിഷ്ടങ്ങൾ ഹിസ്ബുള്ള തിരികെ നൽകി. ഇസ്രയേലി ജയിലുകളിലുള്ള ലെബനീസ് പാലസ്തീൻ തടവുകാരെയും ഇസ്രയേൽ കൈവശം വെച്ചിരുന്ന തീവ്രവാദികളെയും മൃതദേഹങ്ങൾ മോചിപ്പിക്കുന്നതിന് പകരമായി ഇസ്രയേലിന് നൽകേണ്ടി വന്നു. ഇക്കഴിഞ്ഞ ഒക്ടോബർ 7 ഇസ്രയേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ 1200 പേർ കൊല്ലപ്പെടുകയും 250 പേരെ തട്ടിക്കൊണ്ടുപോകുകയുമാണ് ചെയ്തത്. ഇതിനുശേഷമുണ്ടായ പോരാട്ടത്തിൽ ലെബനീസ് ഷിയ ഇസ്ലാമിസ്റ്റ് മിലിറ്റന്റ് സംഘടനയായ ഹിസ്ബുള്ളയും പങ്കുചേർന്നിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ ലെബനുമായുള്ള ഇസ്രയേലിന്റെ അതിർത്തിയിൽ ഇപ്പോൾ സംഘർഷം കനക്കുകയാണ്. ദിവസങ്ങളായുള്ള സംഘർഷത്തിൽ മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇസ്രയേലിന്റെ അതിർത്തി പ്രദേശങ്ങളിൽ വൻതോതിലുള്ള ആക്രമണങ്ങളാണ് ഹിസ്ബുള്ള അഴിച്ചുവിട്ടത്. ഇസ്രയേൽ പ്രതിരോധ സേന പീരങ്കികളും വ്യോമാക്രമണങ്ങളും ഉപയോഗിച്ചാണ് ഇതിന് മറുപടി നൽകിയത്. ഹമാസ് ഇസ്രയേലിൽ നടത്തിയ ആദ്യത്തെ ആക്രമണത്തിലും ഹിസ്ബുള്ളയ്ക്ക് പങ്കുള്ളതായാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉള്ളത്. ഗാസയിലെ പലസ്തീനികളെ പിന്തുണയ്ക്കുക എന്നതാണ് ഇസ്രയേലുമായുള്ള തങ്ങളുടെ ഇപ്പോഴത്തെ പോരാട്ടമെന്ന് ഹിസ്ബുള്ള പറഞ്ഞു. സോവിയറ്റ് കാലഘട്ടത്തിലെ കത്യുഷ റോക്കറ്റുകൾ ഉപയോഗിച്ചു തുടങ്ങിയ 2006 മുതൽ ലെബനൻ ഗ്രൂപ്പിന്റെ സൈനിക ശേഷി വർദ്ധിച്ചിട്ടുണ്ട്. ഇന്ന് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രല്ല പറയുന്നത് തന്റെ ഗ്രൂപ്പിൽ 100,000-ലധികം പോരാളികളും കരുതൽ പ്രവർത്തകരും ഉണ്ട് എന്നാണ്. ഒരു സമ്പൂർണ്ണ യുദ്ധം പൊട്ടിപ്പുറപ്പെടുകയാണെങ്കിൽ ഇസ്രയേലിന്റെ പ്രതിരോധത്തെ മറികടക്കാൻ കഴിയുന്ന 1,50,000 റോക്കറ്റുകളും ഗ്രൂപ്പിന്റെ പക്കലുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഇസ്രയേലും ഹിസ്ബുള്ളയും യുദ്ധത്തിന്റെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനേക്കാൾ വളരെ ആഴത്തിൽ പരസ്പരം ഇപ്പോൾ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറ്റു തരത്തിൽ പറഞ്ഞാൽ ഇപ്പോൾ പോരാട്ടം നടക്കുന്നത് ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിലാണ്. ഹിസ്ബുള്ള ഇസ്രയേലിന്റെ 35 കിലോമീറ്റർ അകത്തേക്ക് വെടിയുതിർത്തു. എന്നാൽ ലെബനന്റെ വടക്കുഭാഗത്ത് 120 കിലോമീറ്ററിലധികം പ്രദേശങ്ങൾ ഇസ്രയേൽ ആക്രമിച്ചിട്ടുണ്ട്. ഇസ്രയേലിന്റെ വടക്കൻ ഗ്രാമമായ റാമോട്ട് നഫ്താലിയയിലെ അയൺ ഡോം പ്രതിരോധ സംവിധാനത്തെ ഗൈഡഡ് മിസൈൽ ഉപയോഗിച്ച് ആക്രമിച്ചതായി ബുധനാഴ്ച ഹിസ്ബുള്ള പറഞ്ഞിരുന്നു. എന്നാൽ ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് വക്താവ് ലഫ്റ്റനന്റ് കേണൽ പീറ്റർ ലേണർ ഇത് നിഷേധിച്ചിട്ടുമുണ്ട്. ഹിസ്ബുള്ള പോരാട്ടം തുടരാൻ തീരുമാനിക്കുകയാണെങ്കിൽ ബെയ്റൂട്ട് ഗാസയായി മാറുമെന്ന് ഡിസംബറിൽ തന്നെ നെതന്യാഹു മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഹിസ്ബുള്ളയെ ഉന്മൂലനം ചെയ്യുക എന്നത് ഇപ്പോൾ IDFന്റെ ലക്ഷ്യമല്ല എന്ന് ധനമന്ത്രി ബൊസലാൽ സ്മോട്രിച്ച് ഈ ആഴ്ച പറഞ്ഞതോടെ വലിയ ഒരു യുദ്ധഭീഷണി തൽക്കാലത്തേക്കെങ്കിലും മാറിയിരിക്കുകയാണ്. ഇതേസമയം അടിച്ചാൽ തിരിച്ചടിക്കുമെന്നും വടക്കൻ ഭാഗത്ത് വളരെ തീവ്രമായ നടപടിക്ക് ഇസ്രയേൽ തയ്യാറാണെന്നും ബുധനാഴ്ച തന്നെ ലെബനന്റെ അതിർത്തിക്കടുത്തുള്ള വടക്കൻ നഗരമായ കിര്യത്ത് ഷ്മോണ സന്ദർശിച്ചപ്പോൾ നെതന്യാഹു പറഞ്ഞിരുന്നു. ഒരു സമ്പൂർണ്ണ യുദ്ധം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ യുദ്ധം ഞങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ പിന്നോട്ടു പോകുകയുമില്ല. ഗാസയിലെ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരായ ആക്രമണം അവസാനിപ്പിക്കുമെന്നും ഹിസ്ബുള്ളയുടെ 2ാമത്തെ കമാൻഡറായ നെയിം ഖാസിം പറഞ്ഞിട്ടുണ്ട്. ഇസ്രയേലും ഹിസ്ബുള്ളയും യുദ്ധം തുടങ്ങാൻ ബോധപൂർവമായ തീരുമാനമെടുക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇതേസമയം ലെബനിൽ സംഘർഷം ആരംഭിച്ചതു മുതൽ ഇസ്രയേൽ അതിർത്തിക്കടുത്തുള്ള പ്രദേശങ്ങളിൽ നിന്നും പട്ടണങ്ങളിൽ നിന്നും 94,000-ലധികം ആളുകളാണ് പലായനം ചെയ്യപ്പെട്ടതെന്ന് ലെബനൻ പൊതുജനാരോഗ്യ മന്ത്രാലയം ചൊവ്വാഴ്ച പുറത്തുവിട്ട കണക്കുകളിലും വ്യക്തമാക്കുന്നുണ്ട്. 53,000-ലധികം ഇസ്രയേലികൾ വടക്കൻ പ്രദേശത്തെ വീടുകൾ വിട്ടുപോകാൻ നിർബന്ധിതരായിട്ടുണ്ട് എന്ന് IDFും പറയുന്നു. അതുകൊണ്ടുതന്നെ വടക്കുഭാഗത്ത് നടപടിയെടുക്കാൻ നെതന്യാഹുവിന് പ്രതിപക്ഷത്തുനിന്നും
അദ്ദേഹത്തിന്റെ സഖ്യത്തിലെ അംഗങ്ങളിൽ നിന്നും കടുത്ത സമ്മർദ്ദം തന്നെയാണുള്ളത്. എല്ലാ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളും കത്തിക്കുകയും നശിപ്പിക്കുകയും വേണം എന്നാണ് ഇസ്രയേലി തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്യൂർ ഈ ആഴ്ച ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്. സന്ദർഭം നിയന്ത്രണാതീതമാകും എന്ന ഒരു ആശങ്ക അമേരിക്കയും സൂചിപ്പിച്ചിട്ടുണ്ട്. സംഘർഷം നിയന്ത്രണാതീതമായി വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ ബൈഡൻ ഭരണകൂടം നയതന്ത്ര സംഭാഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് എന്നാണ് US ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലർ കഴിഞ്ഞ ബുധനാഴ്ച തന്നെ പറഞ്ഞത്. ഇസ്രയേലിനെതിരായ ആക്രമണങ്ങൾ ഗാസയെ പിന്തുണയ്ക്കുന്നതിനു വേണ്ടിയാണ് എന്ന് ഹിസ്ബുള്ളയുടെ അവകാശവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു എങ്കിലും ഗ്രൂപ്പിന്റെ തന്ത്രം അതിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ ഇറാനുമായി കൂടുതൽ അടുക്കുക എന്ന ലക്ഷ്യമാണ് ഉള്ളതെന്ന് ട്രൂമാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പണ്ഡിതനായ ഷേഖ്ഡ് പറയുന്നു. ഇറാന്റെ പിന്തുണയും ഷിയ അനുയായികൾക്കിടയിലെ ശക്തമായ ഇഴയടുപ്പവുമെല്ലാമാണ് ഹിസ്ബുള്ളയുടെ ശക്തി എന്ന് പറയുന്നത്. ലെബനൻ ആഭ്യന്തര യുദ്ധത്തിന്റെ മധ്യത്തിൽ അറബ് രാജ്യങ്ങളിൽ തങ്ങളുടെ സ്വാധീനം വളർത്താനുള്ള സാധ്യത മുന്നിൽ കണ്ട് ഇറാൻ വാർത്തെടുത്ത സംഘടന തന്നെയാണ് ഹിസ്ബുള്ള. മേഖലയിലെ പ്രധാന ഷിയ ഭരണകൂടമായ ഇറാന്റെയും സിറിയയുടെയും പിന്തുണയോടെ 1982 ഹിസ്ബുള്ള രൂപവൽക്കരിച്ചതു മുതൽ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡാണ് ഹിസ്ബുള്ളയ്ക്ക് ഫണ്ടും പരിശീലനവും ആയുധവും നൽകുന്നത്. ഒരു നിഴൽ സംഘത്തിൽ നിന്ന് ലെബനീസ് ഭരണകൂടത്തിൽ സ്വാധീനമുള്ള വലിയ സായുധ സേനയായി ഹിസ്ബുള്ള മാറിയത് അതിവേഗമാണ്. ലെബനൻ ഔദ്യോഗിക സൈന്യത്തെക്കാൾ വലുതും ശക്തവുമാണ് ഇന്ന് ഹിസ്ബുള്ള സേന. രാജ്യത്തെ ഏറ്റവും ശക്തമായ രാഷ്ട്രീയ, സാമൂഹിക, സാമ്പത്തിക ശക്തി. ഇറാൻ ഭരണകൂടം പ്രതിവർഷം കോടിക്കണക്കിന് ഡോളർ ഹിസ്ബുള്ളയ്ക്ക് അനുവദിച്ചിട്ടുണ്ട് എന്ന് അമേരിക്ക പറയുന്നു. പശ്ചിമേഷ്യയിലുടനീളം ഇറാന്റെ സഖ്യകക്ഷികളായ സായുധ സംഘങ്ങൾക്ക് ശക്തി പകരുന്നവരാണ് ഹിസ്ബുള്ള. ഇറാഖിലെ സായുധ സംഘങ്ങൾക്ക് പരിശീലനം നൽകുകയും അവർക്കൊപ്പം യുദ്ധത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. യമനിൽ ഇറാൻ സഖ്യകക്ഷികളായ ഹൂതി വിമതർക്കൊപ്പം ഹിസ്ബുള്ള യുദ്ധത്തിനിറങ്ങിയെന്ന് സൗദി അറേബ്യയും ആരോപിക്കുന്നുണ്ട്. സമീപ വർഷങ്ങളിൽ പശ്ചിമേഷ്യയിലുണ്ടായ മാറ്റങ്ങൾ നോക്കിയാൽ ഒരിടത്ത് പൊട്ടിപ്പുറപ്പെടുന്ന അക്രമം മറ്റിടങ്ങളിലേക്കും ആളിക്കത്താനുള്ള പ്രവണത വ്യക്തമാണ്. വിവിധ രാജ്യങ്ങളിലെ ഇസ്രയേൽ വിരുദ്ധ ശക്തികളെ ഒന്നിച്ചു കൊണ്ടുവരാൻ ഇറാന് കഴിഞ്ഞിട്ടുണ്ട്. ഗാസ, ലെബനൻ, സിറിയ, ഇറാഖ്, യമൻ എന്നിവിടങ്ങളിലെ സായുധ സംഘങ്ങൾ ഒരു കാലത്ത് വെവ്വേറെ യുദ്ധം ചെയ്തിരുന്നവരാണ്. പക്ഷെ തങ്ങളെല്ലാം ഒരുമിച്ച് നിന്ന് ഒരു പൊതുശത്രുവിനെതിരെ പോരാടണമെന്നൊരു തോന്നൽ ഇപ്പോൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. അവരുടെ കമാൻഡർമാരിൽ പലരും ഇറാനിൽ നിന്നോ ഹിസ്ബുള്ളയിൽ നിന്നോ സമാനമായ പരിശീലനം തേടിയവരാണ്. കൂടാതെ ആയുധങ്ങളുടെ ഉപയോഗത്തിലും ശത്രുക്കളെ നിരീക്ഷിക്കുന്നതിലുമൊക്കെയുള്ള അറിവ് ഇവർ പരസ്പരം പങ്കിടുന്നുമുണ്ട്. ഇറാൻ ഒരു നിഴൽ പോലെ ഇവരെ നയിക്കുകയും ചെയ്യുമ്പോൾ ഹിസ്ബുള്ള അത്ര ചെറിയ മീനല്ല എന്ന് ഉറപ്പിക്കാം. മലയാളി വാർത്ത ഇൻസൈഡ്.